നമസ്കാരം. നമ്മൾ ഏത് അവസരത്തിലും സെയിൽസിൽ കസ്റ്റമറെ കണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾ അവർക്ക് നിന്ന് ഒരുപാട് നോ കേൾക്കാനില്ല, റിജക്ഷൻ ഉണ്ടാവാൻ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മടങ്ങുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. എന്നാൽ എന്തുകൊണ്ട് ഇവർ പറയുന്നില്ല? ഒരു 3 കാരണമാണ് പ്രധാനമായിട്ടും നമുക്ക് വരാറുള്ളത്. അതായത് ഐ എം നോട്ട് റെഡി, ഐ എം സ്കേർഡ്, ഐ എം കൺഫ്യൂസ്ഡ്. ഈ 3 കാര്യത്തിലും ഒരു കറക്റ്റായിട്ടൊരു മറുപടി കൊടുക്കുകയും അവർ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിച്ചാൽ നമുക്ക് അവരെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഐ എം നോട്ട് റെഡി, ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഇപ്പം എനിക്ക് അതിനുള്ള സമയമല്ല, ഇല്ലെങ്കിൽ എൻ്റെ മകളുടെ കല്യാണം വരുന്നുണ്ട്, ഇല്ലെങ്കിൽ ഒരു കുറി കിട്ടാനുണ്ട്, അത് അല്ലെങ്കിൽ കുറി തീരാനുണ്ട്, ഇല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഇപ്പം മേടിക്കേണ്ട സമയമല്ല, ഇല്ലെങ്കിൽ അത് ഇപ്പം എടുക്കാൻ, ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഐ എം സ്കേർഡ്, ഞാൻ ഭയക്കുന്നു. നിങ്ങളുടെ കമ്പനി എത്രമാത്രം ജെന്യൂൻ ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടാവും. അവർ പറയുന്ന കാരണങ്ങൾ പലതായിരിക്കും. പക്ഷേ നമ്മളത് മനസ്സിലാക്കി അത് നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈല് എല്ലാം സൈറ്റ് കാണിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ അവരെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഐ എം കൺഫ്യൂസ്ഡ്. നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് ഒരുമിച്ച് പറയുകയാണെങ്കിൽ ഏത് പ്രൊഡക്റ്റ് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആവും. ഇല്ലെങ്കിൽ പല കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ അവരുടെ മുമ്പിലെത്തുമ്പോൾ ആ പ്രോഡക്റ്റ് എടുക്കണോ, ഈ പ്രോഡക്റ്റ് എടുക്കണോ, അല്ലെങ്കിൽ അത് ചെയ്യണോ, ഇത് ചെയ്യണോ, ഏത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും അവരുണ്ടാവുക. അപ്പോൾ നമ്മൾ എപ്പോഴും ആ കൺഫ്യൂഷൻ മാറ്റി കൊടുത്താൽ, റൈറ്റ് ടൈമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് അവരെ നമ്മുടെ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കുക, ശരിയാക്കുക. ഐ എം നോട്ട് റെഡി, ഐ എം സ്കേർഡ്, ഐ എം കൺഫ്യൂസ്ഡ്. ഈ 3 കാര്യങ്ങളെ നമ്മൾ കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ആ സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.